അതിൽ 15 പറയുന്നത്, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെപ്പറ്റി തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അന്നേ ദിവസം ആരിൽ നിന്ന് ആ ശിക്ഷ ഒഴിവാക്കപ്പെടുന്നുവോ അവനെ അള്ളാഹു തീർച്ചയായും അനുഗ്രഹിച്ചിരിക്കുന്നു. അതത്ര വ്യക്തമായ വിജയം. അള്ളാഹിന്റെ ശിക്ഷ നേരിട്ട് നമുക്ക് ലഭിക്കും. ആരാണോ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവന് വിജയിച്ചു. അവൻ തന്റെ ദാസന്മാരുടെ മേൽ പരമാധികാരമുള്ളവനാണ്, യുക്തിമാനും സൂക്ഷ്മമായി അറിയുന്നവനും അത്ര അവൻ. അള്ളാഹു തന്റെ ദാസന്മാരുടെ മേൽ പരമാധികാരമുള്ളവനാണെന്ന് പറയുമ്പോൾ നമ്മളെ ഓരോ മനുഷ്യനും ജന്തു ജീവജാലങ്ങളാവട്ടെ ഒക്കെ സൃഷ്ടാവിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു പരമാധികാരത്തെ പറ്റിയിട്ട് പറയുന്നത്. എന്നാൽ അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് പറയുമ്പോൾ അതേ കാരണം കൊണ്ട് തന്നെ നമ്മളെ പറ്റിയുള്ള എല്ലാ കാര്യവും സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നബിയെ ചോദിക്കുക, സാക്ഷ്യത്തിൽ വെച്ച് ഏറ്റവും വലിയത് ഏതാകുന്നു? പറയുക, അള്ളാഹു ആണ്, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷി. ഈ ഖുർആൻ എനിക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിട്ടുള്ളത്. അത് മുഖേന നിങ്ങൾക്ക് അതിന്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാകും. അള്ളാഹുവോടൊപ്പം വേറെ ദൈവങ്ങൾ ഉണ്ടെന്നതിന് യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ? പറയുക, ഞാൻ സാക്ഷ്യം വഹിക്കുകയില്ല. പറയുക, അവൻ ഏകദൈവം മാത്രമാവുന്നു, നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമുക്കിടയിലുള്ള സാക്ഷി ആരാച്ച അള്ളാഹു ആണ്. അപ്പൊ അതവിടെ പറയുന്നത് സൃഷ്ടാവ് നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സാക്ഷി. അതിൽ 20 പറയുന്നത്, നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അത് അറിയുന്നുണ്ട്. സ്വദേഹങ്ങളെ നഷ്ടത്തിലാക്കിയവരെത്ര അവർ, അതിനാൽ അവർ വിശ്വസിക്കുകയില്ല. അപ്പൊ നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അത് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ, നമ്മൾ സൃഷ്ടാവ് നമുക്കിടയിൽ സാക്ഷി ഉണ്ടെന്ന്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുകയോ അവന്റെ ദൃഷ്ടാന്തങ്ങൾ തള്ളിക്കളയുകയോ ചെയ്യുന്നവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അക്രമികൾ വിജയം വരികയില്ല, തീർച്ച. അത്രയും വ്യക്തമായിട്ട് അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടും അതിനെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്നവനെ പോലെ അക്രമി പിന്നെ വേറെ ആരാന്നാ ചോദിക്കുന്നത്? യഥാർത്ഥ സത്യല്ലേ? കാരണം നമ്മൾ സ്വന്തം മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അഥവാ നമ്മൾ ഉപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത് എത്രത്തോളം കടുത്തിട്ടാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതേപോലെ തന്നെ അല്ലേ നമ്മൾ സൃഷ്ടാവിനെ നമ്മൾ നിഷേധിക്കുന്നതും.